ഞാൻ ഹരിതസഞ്ജീവനിയുടെ ഹെഡ് രവീന്ദ്ര ഷിരോഡെ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ നല്ലൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, മൂർത്തിജി, ഹരിതസഞ്ജീവനിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇത് ഹരിതസഞ്ജീവനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിലും ഇത് ഹരിതസഞ്ജീവനിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ, കൂടുതൽ സാർവത്രികമായിട്ട് ആളുകൾ സ്വീകരിക്കാൻ ഇടയാകും. എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്, അത് മുഴുവൻ ഇവിടെ പറയുന്നുണ്ടാവും. നോട്ട് ചെയ്ത് വെക്കുക. സെഷൻ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുക. കാരണം ഹൈ വോളിയമുള്ള, ഹൈ മാർജിനുള്ള, എല്ലാ കൃഷിക്കാർക്കും ഉപയോഗിക്കാൻ ആവശ്യം വരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്ന സെക്ടർ അഗ്രികൾച്ചറാണ്. ഇന്ത്യയിൽ എവിടെയും മലയാളികളുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളിലൂടെ ഇത് ഇന്ത്യയിൽ മുഴുവൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാം ഒരു നിറഞ്ഞ കൈയോടുകൂടി ഐ വെൽക്കം ജതിൻ ജെയിൻ, മിസ്റ്റർ ജതിൻ ജെയിൻ ടു അവർ പ്ലാറ്റ്ഫോം. വെൽക്കം സർ. Thank you so much, sir, your gesture, and thank you so much. राजस्थान से आप पूरी टीम के लिए प्यार है मेरा. Thank you so much. So, one or two things which I wanted to add in initially. First of all, मूर्ति सर का जो enthusiasm था वो हमें पहले दूसरे दिन ही हर्षल बॉस का कॉल आया कि हमें सबसे पहली जो मीटिंग है वो केरला के लिए लेनी है. सो यू स्टार्ट वर्किंग ऑन इंग्लिश पीपीटी, मेक इट पॉसिबल एज सुन एज पॉसिबल. सो फर्स्ट ऑफ ऑल थैंक यू सो मच सर, इतना एंथुजियाज्म के लिए एंड इतना ग्रेटली सपोर्ट करने के लिए टुवर्ड्स आर दिस न्यू प्रोडक्ट. सो thank you so much for all of you to joining at this time. And yes, we'll start this session, but before starting this session, I wanted to say one or two things, which is like we will start working before using this product, just try to understand how you are solving a problem which is really very dangerous in future. By using this product, by using Jal Sanchay, you can directly and indirectly you are impacting, creating some impact on environment. So that is one very big important thing. I would like to tell you one thing. By using 1 kg of Jal Sanchay, of Jal Sanchay, you can save up to 1 lakh liter of water, which is nearly around almost for a people like in daily use cases, for a people it requires almost 200 liters of water. Like you can save water by using 1 kg of Jal Sanchay. Like आप लोग you can use that water in 500 days or 5,000 till 5,000 days. So you can see how much impact you are creating towards nature. First thing. Second thing, by using 1 kg of Jal Sanchay, you are already using 10 kg of bio wastage. So जब 10 kg of bio wastage मार्केट में जाके डिकम्पोज होता है, सो 8 kgs of CO2 emission होता है. So think in this way कि how you are creating impact by using Jal Sanchay towards your environment. So this is my first thing before starting this session. So what we are doing here now, we are just creating impact on environment. So this is the culture of our RCM, like how we introduce the new product which is useful for farmer, which is useful for environment, and which is useful for us as well as. Okay, thank you sir. ആക്ച്വൽ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞത്. ഇത് എന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് അറിയണ്ടേ? അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞതാണ്.
ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് രാജസ്ഥാനിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മൂർത്തി സാറിന്റെ ഉത്സാഹം പങ്കുവച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അതിന്റെ ഇംഗ്ലീഷുള്ള PPTയുടെ പണിപ്പുരയിലായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് സമയം തോന്നുന്നു, നിങ്ങൾ എത്രയും വേഗം സ്വീകരിച്ച് ഇത്ര ആളുകൾ ഉത്സാഹത്തോടെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണെന്നാണ്. ഓക്കെ, അപ്പോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു അതായത് എത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിന്റെ ആവശ്യകത, അത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിക്ക് സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടം എന്താണെന്ന് ചെറിയൊരു കണക്ക് പറഞ്ഞതാണ്. 1 കിലോ ജലസഞ്ചയൻ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 1,00,000 ലിറ്റർ വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. 1 കിലോ ജലസഞ്ചയൻ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 1,00,000 ലിറ്റർ വെള്ളം സേവ് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് ആവറേജ് 200 ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 കിലോ ജലസഞ്ചയൻ ഉപയോഗിക്കുമ്പോൾ എത്ര ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? അതുകൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ഇനി മറ്റൊരു സംഗതി, ഇതുണ്ടാക്കുന്നത് ജലസഞ്ചയൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ എന്താ പറയുക, അടുക്കളയിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള വേസ്റ്റ്, അങ്ങനെയുള്ള ബയോ വേസ്റ്റ് 10 കിലോ അത് ഡീകമ്പോസ് ചെയ്ത് അത് മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ അതിൻ്റെ വിഘടനം കൊണ്ടുണ്ടാകുന്ന ഗ്യാസ്, ആ ഗ്യാസ് അന്തരീക്ഷത്തിൽ മാലിന്യം ഉണ്ടാക്കുന്നു, അല്ലെ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അത് വിഘടനത്തിന് വിധേയമാകാതെ, അതുകൊണ്ട് നമ്മൾ ജലസഞ്ചയൻ ഉണ്ടാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ദോഷവും പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നു. 1 കിലോ കണക്കാ പറഞ്ഞത്. ഇന്ത്യ അഗ്രികൾച്ചറിലൂടെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. സോ ഈ പ്രൊഡക്റ്റ് ശരിയായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് നേട്ടമുണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മുടെ നാടിനും പരിസ്ഥിതിക്കും അതുവഴി ജനങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് കണക്കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, താങ്ക് യു. Namaskaram everyone, and thank you all for taking out time at this hour of the day. Everyone must be tired after work, so extremely grateful to all of you for joining this session. And today we are going to tell you all the details about Jal Sanchay, which will help farmers grow healthy crops and gain more yield even in limited amount of water. So a farmer's life is very tough, and one of the key challenges that farmers are facing, not just in 1 or 2 states of India, but perhaps the whole country, and in fact in many parts of the world, is water scarcity. So in our own country, 68% of area faces drought-like condition, and there is a drop of around 12% monthly income in monthly farm income as compared to 10 years ago. Many solutions which have been presented to farmers for increasing the yield in small which is falling because of water scarcity are harmful to the soil, and farmers have very little choices left. അതായത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, കൃഷിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, കൃഷിക്കാർക്ക് ഒത്തിരി സഹായമാകാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ട് അല്ലെങ്കിൽ വേനൽ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി കൃഷിക്കാരുണ്ട്. 68% കൃഷിയോഗ്യമായ ഭൂമിയിലും വേനലിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച്, അതായത് ഒരു ഡെക്കേഡ് എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം മുമ്പ് ഉള്ളതിനെ അപേക്ഷിച്ച് ഇന്ന് കൃഷിക്കാർക്ക് ഏതാണ്ട് 11.9% വരെ വിളവ് കുറവാണ് കിട്ടുന്നത് വെള്ളത്തിന്റെ പോരായ്മ കൊണ്ട്. കാരണം വെള്ളം ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട്, കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതുകൊണ്ട് അവർക്ക് വിളവിൽ കുഴപ്പമുണ്ടായിരിക്കുകയാണ്. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ, കണ്ടമാനം ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വെള്ളം താഴേക്ക് താഴ്ന്നു പോകുന്നു. അപ്പം വെള്ളത്തിന് വേണ്ടി സബ്സിഡിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കൃഷിക്കാരുടെ പ്രയാസങ്ങൾ കൂടുതൽ മോശമാക്കുകയാണ് ചെയ്യുന്നത്. ഇത് അഗ്രികൾച്ചർ വേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല,
ഒരുപക്ഷെ കേരളത്തിൽ അത്രയധികം വലിയ പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ കൃഷി ചെയ്യുന്ന ആളുകൾ കൂടുതൽ അടുത്ത് ഇടപെടുന്ന ആളുകൾക്ക് അറിയാം ഇന്നിന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ട് കൃഷിക്കാർക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും അതാ പറഞ്ഞത് കൃഷിയോഗ്യമായ 68% സ്ഥലത്തും ഇത്തരത്തിൽ വേനലിന്റെ പ്രശ്നം കൃഷിക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. ലോകത്താകമാനം തന്നെ ഈ പ്രശ്നം ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന പ്രൊഡക്റ്റ് നമുക്ക് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം കൃഷിക്കാർക്ക് ഗുണം ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. യെസ് മാഡം, നെക്സ്റ്റ് സ്ലൈഡ്. Yes, sir. So moving on to the next slide, we were talking about Jal Sanchay. So first of all, I want to tell you why we made Jal Sanchay. We wanted farmers to be able to grow any choice of crop, and that to healthy crop, even if he or she has less amount of water. And Jal Sanchay is something which is 100% certified organic. It is biodegradable. It will not leave any harmful residues in your soil, and that is because it is made from fruit peels. Fruit peels are the bio waste of industries where they are making fruit juices and fruit pulps. That is our raw material. So I will request sir to please translate this important point first, and then I will explain the rest of the slide. ഓക്കെ മാഡം, താങ്ക് യു. സോ എന്താണ് ഈ പ്രൊഡക്റ്റ്? ഇത് എന്താ ചെയ്യാൻ പോകുന്നത്? ഏത് കൃഷിക്കാരനും ഏത് വിളവും വെള്ളത്തിന്റെ പ്രശ്നമില്ലാതെ യഥേഷ്ടം കൃഷി ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളമില്ല എന്നുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവരുത്. അപ്പോൾ എന്താണ് ജലസഞ്ചയ്? പഴങ്ങളുടെ തോട്, അതാണ് ഇതിൻ്റെ യഥാർത്ഥ റോ മെറ്റീരിയൽ. അത് 100% ബയോഡിഗ്രേഡ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ അലിഞ്ഞു ചേരും. മനുഷ്യനോ പ്രകൃതിക്കോ യാതൊരു തരത്തിലുള്ള ഹാനി ഉണ്ടാക്കില്ല, യാതൊരു തരത്തിലുള്ള ഹാംഫുള്ള ദോഷം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കോ പ്രകൃതിക്കോ പരിസ്ഥിതിക്കോ ഒന്നും ഒരു ദോഷം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. യെസ് മാം. Okay, now I'll move on. So very important thing about Jal Sanchay is that it's not something we have just created, just now invented, and we are just trying to sell it. We have got it certified, we have got it tested by multiple institutions which come under Government of India and Indian Council of Agriculture Research. We have done our whole lab research as well as field research. After that, we are bringing Jal Sanchay in front of farmers. This is a very key point to consider. And another, what is Jal Sanchay? How is it used and what is it doing? So Jal Sanchay is mixed with soil at the time of sowing. It has to be thoroughly mixed with soil properly, and it increases the water retention capacity of soil. അതായത് ജലസഞ്ചയ് എന്നൊരു പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയതാണോ, എവിടുന്ന് വരുന്നു, ഇങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ടാവും. ഇങ്ങനെയൊന്നുമല്ല. ദീർഘനാളത്തെ പഠനങ്ങളും ഗവേഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ച ഈ പ്രൊഡക്റ്റ് പല വിധത്തിലുള്ള ഗവൺമെന്റ് ഏജൻസികളുടെയും പരീക്ഷണത്തിന് വിധേയമാക്കി അങ്ങനെ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ഉപയോഗയോഗ്യമാണെന്നും അതുകൊണ്ട് ഗുണമുണ്ടെന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ സ്ലൈഡിനകത്ത് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത്. മണ്ണിന്റെ വെള്ളം നിലനിർത്താനുള്ള എന്താ പറയുക ക്ഷമത വർദ്ധിപ്പിക്കും. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 50% വരെ വെള്ളം വർദ്ധിപ്പിക്കും. അതുപോലെ അങ്ങനെ കൂടുതൽ വെള്ളം നിലനിർത്താൻ കഴിയുമ്പോൾ മണ്ണിന്റെ എന്താ പറയുക. Okay. So, how does Jal Sanchay work and why is increasing water retention capacity helping the soil? So first, let's understand what happens in a field. Whenever your farm, whether you have a farm or an orchard, the soil has a water holding capacity and soil can only absorb water up to that capacity. If that capacity has been reached, soil will not absorb the water. That water will go to the groundwater table because of leaching, or there will be surface runoff and water will flow out from your field. So there is a limit to which soil is absorbing water, and beyond that it cannot absorb water. But when Jal Sanchay is a hydrophilic polymer made from fruit peels. It is a kind of hydrogel which has its own water absorption capacity. It can absorb water more than 50 times its own weight, and when it is added to the soil, so it is absorbing this extra water and it is holding the extra water.
So now your soil is absorbing water, Jal Sanchay is also absorbing water. There is more moisture stored in your soil and your soil stays wet for a long period of time. യെസ്, അത് സിമ്പിൾ സയൻസ് ആണ് പറഞ്ഞത്. അതായത് എന്താണ് ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഇത് എന്താണ് ചെയ്യുന്നത്? മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം മണ്ണിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. നിശ്ചിത പരിധി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒഴുകി പോവുകയുള്ളൂ. എന്നാൽ അതിനെയാണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജലസഞ്ചയൻ മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, കൃഷിക്ക് നമ്മൾ മണ്ണ് തയ്യാറാക്കുന്ന സമയത്ത്, നിലം ഉഴുന്ന സമയത്ത് ഇത് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റിൻ്റെ 50 ഇരട്ടി 50 ടൈംസ് വരെ വെള്ളം ഹോൾഡ് ചെയ്യാൻ, അബ്സോർവ് ചെയ്യാൻ അതിന് കഴിയും. അപ്പം മണ്ണിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണിന് അബ്സോർവ് ചെയ്യാൻ കഴിയുന്നതിന് ശേഷം മിച്ചം വരുന്ന വെള്ളം സാധാരണ എന്താ ചെയ്യുക, ഒഴുകിപ്പോകും, അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകും. ആ വെള്ളം നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ മണ്ണിൽ ജലസഞ്ചയം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റിൻ്റെ 50 ഇരട്ടിയോളം വെള്ളം അത് ഹോൾഡ് ചെയ്യും. മണ്ണ് ആവശ്യമുള്ള വെള്ളം, അതിന് പറ്റുന്ന വെള്ളം ഹോൾഡ് ചെയ്യും. അതിനുശേഷം ഈ ജലസഞ്ചയൻ അവിടെ വെള്ളം പിടിച്ചു നിർത്തും. അപ്പോൾ മണ്ണിലെ വെള്ളം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാലും ജലസഞ്ചയന് വെള്ളം ഉണ്ടാകും. അങ്ങനെ നനവ് എപ്പോഴും നിലനിർത്തുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ദീർഘകാലം യഥേഷ്ടം കിട്ടാൻ അത് സഹായിക്കും. ഇതാണ് അതിന്റെ സിമ്പിൾ ഫോർമുല. യെസ് മാഡം. So, Jal Sanchay is because it is made from fruit peels. We are not adding any kind of chemicals during the manufacturing process. It works to the best capacity in your soil for 6 months. After 6 to 12 months, it biodegrades in your soil, and when it biodegrades, it leaves behind only organic matter, organic carbon, and some minor amounts of micronutrients. So 60 to 65% of Jal Sanchay is organic matter, around 40% is organic carbon, and rest 5% is micronutrients. 1 acre of land requires 5 kg of Jal Sanchay. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജലസഞ്ചയന്റെ കോമ്പോസിഷൻ എന്നാണ് പറഞ്ഞത്. അതിന്റെ 60-65% ഓർഗാനിക് മാറ്ററാണ്. 35 മുതൽ 40% വരെ അത് ഓർഗാനിക് കാർബൺ ആണ്. എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള ചെറിയൊരു പങ്ക് മാത്രമാണ്, 1 to 5% മാത്രമാണ് ട്രേസ് എലമെന്റ്സ് ഉണ്ടാവുക. അപ്പോൾ പൂർണ്ണമായിട്ടും ഓർഗാനിക് ആണ് എന്ന് പറഞ്ഞു. 1 ഏക്കർ കൃഷിയിടത്തിൽ 5 കിലോ ജലസഞ്ചയാണ് നമുക്ക് ആവശ്യം വരുന്നത്, 1 ഏക്കർ പുരയിടത്തിൽ. അത് ഏതൊക്കെ കൃഷിക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇനി മുമ്പോട്ട് കേൾക്കുന്നുണ്ടാവും. യെസ്. So, I have briefly explained this in the beginning, how Jal Sanchay is helping the soil, but here is a more elaborate diagram of the same process. So, Jal Sanchay is acting in the soil like a sponge. So, when it is added to the soil at the time of sowing, it is properly, it is supposed to be evenly mixed throughout the soil. It should not be like one part of the land has more concentration, another one has not received it. It has to be properly mixed in the soil bed. So what will happen when your field receives water? First your soil will absorb water. Then when the soil has absorbed whatever maximum amount of water it can absorb, then Jal Sanchay will absorb water. It is not like that it will start competing with soil, or Jal Sanchay will absorb first and soil will remain dry. No, first for soil will absorb, then Jal Sanchay will absorb. Then then a very unique quality of the product is that it is not just absorbing water. If the surrounding soil starts becoming dry, it is releasing back that water to the soil. So it's absorbing extra water when soil is not able to hold it. It is releasing that water back to the soil when the soil needs it. So its main job is to keep the soil hydrated, keep the soil moisturized. And this is how it keeps the soil wet. And when the soil stays hydrated, wet, it means you don't have to irrigate often. If I am a farmer, I am irrigating my land in every 10 days. I start using Jal Sanchay, those 10 days will become 19-20 days. Please translate, sir. ഓക്കെ, സൂപ്പർ. അതിന്റെ ആക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് പറഞ്ഞു, മണ്ണിൽ വളരെ ഈവനായിട്ട് എല്ലായിടത്തും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ 1 ഏക്കറിന് 5 കിലോ ആണെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് കൊണ്ട് ഇട്ടാൽ പോരാ. ആ 1 ഏക്കർ മണ്ണിലും എല്ലായിടത്തും ഒരുപോലെ മണ്ണിൽ മിക്സ് ആവുന്ന തരത്തിൽ ഇതിനെ അപ്ലൈ ചെയ്യണം.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കാൻ പോകുന്നത്? മണ്ണിലേക്ക് വെള്ളം വീഴുമ്പോൾ ആദ്യം മണ്ണ് വെള്ളം വലിച്ചെടുക്കും. അതിനുശേഷം മിച്ചം വരുന്ന വെള്ളം ഇത് അബ്സോർബ് ചെയ്യും. ഒരു സ്പോഞ്ച് പോലെ വെള്ളം ആഗിരണം ചെയ്യും. എന്നിട്ട് അതിനെ ആ ജലസഞ്ചയൻ വെള്ളം ഹോൾഡ് ചെയ്യും, വെള്ളത്തിനെ പിടിച്ചു നിർത്തും. അതിനുശേഷം മണ്ണിലുള്ള വെള്ളം കുറേശ്ശെ ഉപയോഗിച്ച് തീർന്ന് മണ്ണ് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ജലസഞ്ചയൻ മണ്ണിലേക്ക് വെള്ളം വിട്ടുകൊടുക്കും, റിലീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ മണ്ണിന്റെ നനവ് തുടർച്ചയായിട്ട് നിലനിൽക്കും. അപ്പോൾ കൃഷിക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്നും നനയ്ക്കുന്ന അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് നനയ്ക്കുന്ന, അങ്ങനെ എപ്പോഴാണോ നിങ്ങൾ നനയ്ക്കുന്നതിൻ്റെ ഇടവേളയുള്ളത് അത് വളരെ ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക മാത്രമല്ല, നമുക്കതിനകത്ത് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും, കറണ്ട് ചാർജ് കുറയ്ക്കാൻ കഴിയും. കാരണം ചെറിയ ചെറിയ കൃഷിയല്ല, വലിയ വലിയ കൃഷിയിടങ്ങളിൽ റെഗുലറായിട്ട് പമ്പ് വെച്ച് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജലസഞ്ചയം ചേർത്ത് കഴിഞ്ഞാൽ അതിന് 10-1 മതി. പറഞ്ഞില്ലേ, 50 ഇരട്ടി വെള്ളം ഹോൾഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ 10 പ്രാവശ്യം നനയ്ക്കുന്നതിന് 1 പ്രാവശ്യം നനച്ചാൽ മതി. ആ രീതിയിൽ അത്രയും കുറഞ്ഞ അളവിൽ ചെയ്താൽ മതിയാകും. അത്രയും നനവ് മണ്ണിൽ തുടർന്ന് നിലനിർത്താൻ ഇത് സഹായിക്കും. അപ്പൊ ചെടിക്ക് നല്ല പുഷ്ടിയോടുകൂടി വളരാൻ കഴിയും, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കാൻ സഹായിക്കും. അങ്ങനെ മണ്ണിന്റെ ആക്ഷൻ ശരിയായിട്ട് വരാനായിട്ട് അത് സഹായിക്കും. യെസ്. This is just an animation to show how Jal Sanchay works. So I will click on it and people can see the animation. Okay. So please translate. അതായത് ഇതൊരു ആനിമേഷനാണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആനിമേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ചിരിക്കുക. യെസ്. This is showing normal soil condition first. Yes. Now in this soil Jal Sanchay is there. So this is how Jal Sanchay is holding the water. And when soil is drying up, it is releasing that water back. I will play this again when you translate it. Okay. അതായത് സാധാരണഗതിയിൽ മണ്ണിലേക്ക് മഴ പെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ച് വെള്ളം മണ്ണ് പിടിച്ചു നിർത്തും, ചെടിക്ക് ആവശ്യമുള്ള ചെടി ആഗിരണം ചെയ്യും, ബാക്കിയുള്ള വെള്ളം മണ്ണിനടിയിലേക്ക് താന്നു പോകും, കുറച്ച് ആവിയായിട്ട് പോകും. എന്നാൽ മണ്ണിൽ ജലസഞ്ചയം ചേർത്ത് കഴിയുമ്പോൾ വെള്ളം ആവിയായി പോകാതെയും മണ്ണിനടിയിലേക്ക് വലിഞ്ഞു പോകാതെയും അത് ജലസഞ്ചയൻ പിടിച്ചു നിർത്തും. എന്നിട്ട് മണ്ണിലുള്ള വെള്ളം തീർന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ചെടിയുടെ ചുവട്ടിലേക്ക് അത് വിട്ടുകൊടുക്കും. അങ്ങനെ വരുമ്പോൾ ചെടിക്ക് എപ്പോഴും വെള്ളം കിട്ടും, കൂടെ കൂടെ നമ്മൾ നനയ്ക്കുന്ന ഒരു ആവശ്യം വരികയില്ല. യെസ്. Sorry. Yes. So now whenever we are talking about gardening or agriculture, people have this first question about any product, that in which crop can I use this product? Our product is suitable for all kind of crops and plants. Whether you are growing rice, whether you are growing cardamom, maize, turmeric, wheat, or whether you are gardening at home, whether you are growing vegetables, Jal Sanchay can be used for any type of plant where you think that there is less water or you want to cut down water usage. You can use it on any kind of plant. It is suitable for all kind of plants, completely safe to the environment. So this is the special thing about Jal Sanchay. Wow, great. അതായത് ആദ്യത്തെ ചോദ്യം, കൃഷിക്കാരുടെ ചോദ്യം, ഇത് ഏതൊക്കെ വിളവുകൾക്ക് പറ്റും എന്നാണ് അല്ലേ? നമ്മൾ പറഞ്ഞത് ഇതിന്റെ ആക്ഷൻ മണ്ണിലാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിക്കും അനുയോജ്യമാണെന്ന് പറഞ്ഞാൽ സംഭവം കഴിഞ്ഞു. എല്ലാ കൃഷികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്, അതിന്റെ ഗുണം അതിന് കിട്ടുന്നുണ്ടാവും. യെസ് മാഡം. So I have already explained how Jal Sanchay is saving water. So I told you that because of Jal Sanchay, instead of 10 days, you will irrigate at 20 days because it is keeping your soil wet for a longer period of time. This means the total number of irrigations for agriculture crop can reduce. If you are growing using 6 crop, if you are giving 6 irrigations to one crop cycle, you can give 3 or 4 irrigation for the same purpose. You are saving up to 40% of water. അതായത് വെള്ളം നനയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോ എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് പറഞ്ഞു. അതിൽ മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്തുന്നത് കൊണ്ട് 40% വെള്ളം ലാഭിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഓരോ 10 ദിവസം കൂടുമ്പോഴാണ് നനച്ചിരുന്നെങ്കിൽ ജലസഞ്ചയം ഉപയോഗിക്കുകയാണെങ്കിൽ 20 ദിവസത്തിലൊന്ന് നനച്ചാൽ മതിയാകും. പണി പകുതിയായിട്ട് കുറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു
ഒരു കൃഷിയിടത്തിൽ ഏക്കർ കണക്കിന് കൃഷിയുള്ള ആളെ സംബന്ധിച്ച് ഇങ്ങനെ 10 ദിവസം കൂടുമ്പോൾ നനയ്ക്കുന്ന ആളാണെങ്കിൽ അത് 20 ദിവസമായിട്ട് കുറയ്ക്കുമ്പോൾ എത്ര രൂപ പണിക്കൂലിയായിട്ട് ലാഭം ഉണ്ടാകും, അതുപോലെ കറണ്ട് ചാർജായിട്ട് ലാഭം ഉണ്ടാകും, വെള്ളമായിട്ട് ലാഭം ഉണ്ടാകും. ആ കണക്കാണ് ഇതിനകത്ത് പറയുന്നത്. യെസ് മാഡം. So I have talked a lot about water saving, but Jal Sanchay also has other benefits. Now I will come to those benefits also. Jal Sanchay can also reduce your over fertilization problem. Farmers are using more than required fertilizer. If you are using Jal Sanchay, you can even use less than the 20% of the recommended dose. And why is that happening? Let me explain you that. See, whatever fertilizer we apply to the soil, the fertilizer nutrients are lost from the field because of leaching and surface runoff. Fertilizer nutrients, for example, urea has ammonium nitrate in it, ammonia based nitrogen. It gets dissolved in water, and that water carries away that nitrogen to the groundwater, or it is taking away from surface runoff. It is carrying away to some lake or pond and causing eutrophication. Means water leaching of water is a major reason for loss of nutrients. Now when we are increasing water retention, we are stopping this leaching. And when we are stopping leaching, we are stopping loss of fertilizer also. This means whatever nutrients we will apply, the soil will retain those nutrients. Water retention, when we are improving water retention, we are also improving nutrient retention automatically. And this means you can even use less amount of fertilizer, and even then you can grow healthy crops. യെസ്, വെരി ഗുഡ്. അതായത് വെള്ളം സേവിക്കുക മാത്രമല്ല, വളപ്രയോഗത്തിലും ഏതാണ്ട് ഒരു 20% നമുക്ക് ലാഭിക്കാമെന്നവർ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ആ പടം കണ്ടു. മണ്ണിലേക്ക് വെള്ളം വീഴുമ്പോൾ മണ്ണിനടിയിലേക്ക് വെള്ളം താഴ്ന്നു പോകുന്നു, അതുപോലെ കുറെ വെള്ളം ആവിയായിട്ടും പോകുന്നു. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് മണ്ണിൽ പ്രയോഗിച്ച വളവും അതേപോലെ കുറച്ച് നഷ്ടം വരാൻ ഇടയാകും. എന്നാൽ ജലസഞ്ചയൻ ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞ വളത്തെ അത് പിടിച്ചു നിർത്തുന്നത് കൊണ്ട് ദീർഘകാലം ചെടിക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം അത് കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവിൽ കുറച്ച് മതിയാകും. കണക്ക് പറയുന്നത് ഏകദേശം 20% വളം നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകുമെന്നാണ്. യെസ്. Now when your soil is retaining more water, it is retaining more nutrients, then automatically those good things are going to your plant roots. Your plant growth will improve, and you will see the impact in the plant growth also throughout the cropping cycle. You will see your plants are taller and greener, and at the end you will get higher yield. And if you're using less water, less fertilizer, you're getting more yield, which this means you will also get more income. അപ്പോ വളം മണ്ണിൽ കൂടുതൽ കിട്ടുന്നുണ്ട്, വെള്ളവും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ചെടി കൂടുതൽ പുഷ്ടിയായിട്ട് വളരും, ചെടിയിൽ വിളവുകൾ കൂടുതലുണ്ടാകും, ഉണ്ടാകുന്ന വിളവിന് കൂടുതൽ പുഷ്ടി ഉണ്ടാകും. സംശയമുണ്ടോ എന്ന് പറഞ്ഞാൽ ഈൽഡ് കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഒരു 15% വരെ കൂടുതൽ കിട്ടുന്നു എന്നാണ് കണക്കാക്കുന്നത്. 40% വെള്ളം കുറച്ചു മതി, വളം 20% കുറച്ചു മതി, വിളവ് കൂടുതൽ കിട്ടുകയും ചെയ്യും. 1 ഏക്കറിന് വെറും 5 കിലോ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലേബർ കോസ്റ്റും ഒത്തിരി ലാഭം ഉണ്ടാകുന്നുള്ളതും നമ്മൾ ഓർക്കണം. യെസ്. Okay, so let me move on to the next slide. Now we have discussed how Jal Sanchay, what is the mode of action of Jal Sanchay. Now what are the benefits farmers are getting? Now farmers are using if farmers are using Jal Sanchay, they can in fact increase agriculture area. Means we have limited amount of what is happening. Earlier if farmer had 5 acres of land but very less amount of water, then he or she was only cultivating in 1 acre, cultivating 1 acre of land, because he knows, okay, I cannot spend so much of irrigation, so I cannot cultivate all my 5 acres. But now if you know that, okay, I have a solution for the irrigation, I have a solution for my water scarcity problem, you can cultivate all your 5 acres of land. ഓക്കെ. അപ്പോ നമുക്ക് വെള്ളം സേവ് ചെയ്യുക എന്ന് മാത്രമല്ല, അതുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത്? വെള്ളം സേവ് ചെയ്യുമ്പോൾ അത്രയും വെള്ളം സേവ് ചെയ്യുന്ന അത്രയും വെള്ളം ആവശ്യമുള്ള മറ്റൊരു പുരയിടത്തിൽ അഗ്രികൾച്ചർ ലാൻഡിൽ നമുക്ക് കൃഷി ചെയ്യാൻ അതിനെ ഉപയോഗിക്കാം. അപ്പം കൂടുതൽ സ്ഥലം ഫെർട്ടൈലായിട്ട് ഫലപുഷ്ടിയുള്ള കൃഷിയിടമായിട്ട് മാറ്റാൻ ഇത് സഹായിക്കും. വെള്ളത്തിന്റെ ദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ ആ സേവ് ചെയ്യുന്ന വെള്ളം കൊണ്ട്
കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനും അങ്ങനെ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാനും അത് സഹായിക്കും. അത് മാത്രമല്ല വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതായത് ജലസംഭരണ ശേഷി വർദ്ധിക്കുന്നത് കൊണ്ട് പറഞ്ഞു 10 ദിവസം ചെയ്യുന്നത് 20 ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള കോസ്റ്റ് ചെലവ് കുറയുന്നു. അതുപോലെ കൂടെ കൂടെ നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, മണ്ണിന്റെ ഹാർഡ്നെസ്, കൂടുതൽ പ്രാവശ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഹാർഡായി പോകും. അപ്പൊ അങ്ങനെ മണ്ണ് ഹാർഡായി പോകാതിരിക്കാൻ അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥിതി നിലനിർത്താനും ഇത് സഹായിക്കും. യെസ്. Then even if farmer has is not increasing land area or not changing the kind of crops, so even when farmer is benefiting by reducing the number of irrigations also. Suppose I have the same field. Earlier I was giving 6 irrigations, now I am giving 3 irrigations. So cost of irrigation is reducing for me. Also, in many areas, irrigation water contains a lot of salt. It is saline. So 6 irrigation is adding a lot of salt to my soil. Now I am giving 3 irrigation, so I am adding less salt and less pollutants, heavy metals to my soil. മറ്റൊരു കാര്യം, ഇപ്പൊ ചില ആളുകൾ പറയും, നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി, ദൗർലഭ്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് വെള്ളം അടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പുവെള്ളമാണ്, അത്ര നമ്മുടെ നാട്ടിലെ പോലെ ജൈവാംശം കൂടുതലുള്ള വെള്ളമല്ല. അങ്ങനെയുള്ള മണ്ണിൽ കൂടുതൽ പ്രാവശ്യം നനയ്ക്കുമ്പോൾ വെള്ളത്തിൽ വരുന്ന ലവണങ്ങളെല്ലാം മണ്ണിലേക്ക് പോയി മണ്ണിന്റെ ഫലപുഷ്ടി കുറയ്ക്കുന്ന, ക്ഷമത കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര കുറച്ച് ജലസേചനം നടത്തുന്നുവോ ആ ചെടിയിൽ അല്ലെങ്കിൽ മണ്ണിൽ നനവ് നിലനിർത്തിക്കൊണ്ട് വെള്ളം കുറച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ വെള്ളത്തിലൂടെ വരുന്ന മാലിന്യങ്ങൾ, സോൾട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ലവണങ്ങൾ മണ്ണിൽ വരുന്നത് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ മണ്ണിന്റെ എന്താ പറയാ മേന്മ നിലനിർത്താനും ഇത് സഹായിക്കും. യെസ്. So how to use Jal Sanchay? Using Jal Sanchay is very easy. You will not require any additional operation or any additional labor cost. You can simply use Jal Sanchay at the time of sowing or just before sowing during land preparation. So the idea is that there are some key principles that we have to keep in mind. First, we have to use the average dose is 5 kg per acre. If the soil is very sandy, you can go up to 6 kg per acre. Second, you don't have to do top dressing. You have to mix it within the few inches of soil and it should be evenly spread throughout the field. ഇത് മണ്ണിൽ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 5 കിലോ 1 ഏക്കറിൽ സ്പ്രെഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മണ്ണ് ഉഴുത് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ കുറച്ച് മണ്ണിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം ആ മണ്ണ് മുഴുവനായിട്ട് പറമ്പിൽ ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ട് ഉഴുത് മറിക്കുക അല്ലെങ്കിൽ മണ്ണിൽ മിക്സ് ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. യെസ്. सो एक चीज मैं यहाँ पर ना सभी लोगों को बताना चाहता हूँ कि ये तो एक चीज मैं आप सभी लोगों को ये बताना चाहता हूँ कि ना ये जो मेथड्स हैं ये सबसे इम्पोर्टेंट पार्ट है पूरे जल संचय। मतलब जल संचय का परफेक्ट अगर यूटिलाइजेशन खेत में हुआ ना तो जो बेनिफिट्स हम लोग बता रहे हैं वो बेनिफिट्स आना श्योर है, वो बेनिफिट्स आएंगे ही आएंगे। इंपॉर्टेंट इज कि आप उसे यूज कैसे कर रहे हैं। सो मतलब सर मैं ये बोलना चाहूंगा, आप यहाँ पर टीम को हम ये कम्युनिकेट कर दें कि इस प्रोसेस को शॉर्टली वो लोग नोट डाउन जरूर करें. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെഹാജി ഷായദ് ബാഹർ ഹുവ മതലബ് ഔട്ട് ഹോ ഗയ വാപ്പസ് ആയേഗ. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം ആപ്ലിക്കേഷൻ എഫക്റ്റീവ് ആയാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടൂ. ആപ്ലിക്കേഷനിൽ തകരാറുകൾ സംഭവിച്ചാൽ റിസൾട്ട് ചിലപ്പോൾ മോശമാകും. അതുകൊണ്ട് നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ്. सो जो मैडम ने बताया था यहाँ पर कि सिंपली बहुत ज्यादा हार्ड एंड फास्ट कुछ नहीं है. आई थिंक अभी आपके यहाँ पर पैडी चल रहा है, राइट सर? हाँ, चलता है, पैडी चलता है. पीपल आर यूजिंग पैडी. कोई कंफर्म करेगा अभी पैडी क्रॉप लगा हुआ है, धान जिसे बोलते हैं, या पैडी? ആരെങ്കിലും നെൽകൃഷി ചെയ്തിട്ടുള്ളവർ ഈ കൂടെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യൂ. ഇപ്പോൾ നെൽകൃഷി ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. यस. सो पैडी हो रहा है अभी आपके यहाँ पर. मेजर व्हाट आर द मेजर क्रॉप्स
जो जितना मेरा आइडिया है, पैडी इज द मेजर क्रॉप राइट नाउ, एंड आफ्टर दिस कार्डिमम जो है वो एक बहुत मेजोरिटी में पीपल विल सो केरला कार्डिमम. में मेन क्रॉप्स लाइक नारियल, ये ना Right. जायफर, देन अभी जो बोला कार्डमम, Right. देन तो रबर, कॉफी, टी. अंडरस्टूड, यस. अंडरस्टूड. सो सिंपली अगर हम लोग बात करें तो सिंपल बेसिक ऑब्जेक्टिव इज कि ये जो प्रोडक्ट है ये जमीन के ऊपर नहीं रहना चाहिए, मिट्टी के अंदर प्रॉपरली मिल जाना चाहिए. सबसे इंपॉर्टेंट चीज, चाहे आप किसी भी मेथड से कर रहे हैं, चाहे आप किसी भी तरीके से कर रहे हैं, चाहे आप घर के प्लांट में यूज कर रहे हैं, चाहे आप कोकोनट के ट्री में यूज कर रहे हैं, ये प्रोडक्ट मिट्टी के में मिल जाना चाहिए. बेसिक इज कि अगर रूट जोन में प्रोडक्ट रहेगा तो ये प्रोडक्ट ज्यादा अच्छे से इफेक्टिव होगा, ज्यादा अच्छे से काम करेगा, और जो फायदे हम बता रहे हैं वो फायदे आपको, आपके साथ जुड़े हुए किसानों को मिलेंगे ही मिलेंगे. യെസ്. അതായത് ഇത് മിക്സ് ചെയ്യുമ്പോൾ, മണ്ണിൽ മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഉപരിതലത്തിലാവരുത്, റൂട്ട് സോൺ, അതായത് ചെടിയുടെ വേരുള്ള ഭാഗത്ത്, മണ്ണിൽ വേരുള്ള ഹൈറ്റിലായിരിക്കണം ഇത് ഉണ്ടാവുക. എങ്കിൽ മാത്രമേ അത് ഹോൾഡ് ചെയ്യുന്ന വെള്ളം ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയൂ. അപ്പോൾ അതിന് ഉപരിതലത്തിലായാലും ഒത്തിരി താഴേക്കായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ചെടിയുടെയും വേര് വരുന്ന ഏരിയ ഏതാണോ, റൂട്ട് സോൺ ഏതാണോ, ആ ഏരിയയിൽ ഇത് കിട്ടാവുന്ന തരത്തിൽ പ്രത്യേകമായിട്ട് അത് മിക്സ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ये जो मिक्सिंग के बारे में एक बार और बोलेंगे सर? जी. सो अगर मैं सिंपली बताऊं तो हमें करना क्या है कि जो भी हम प्रोडक्ट मिक्स कर रहे हैं ना, मतलब वो टॉप सॉइल पे नहीं होना चाहिए. ओके. वो जमीन के नीचे होना चाहिए. लेट सपोज आपके घर का एक पॉट है, गमला है, तो एक ऑप्शन क्या है कि आपने जल संचय की 2 चम्मच ली, उसके ऊपर डाल दी. नहीं, वो नहीं करना है. हमें क्या करना है कि जल संचय की 2 चम्मच लेनी है. पहला ऑप्शन कि मिट्टी निकाल के मिट्टी में मिला के फिर वापस मिट्टी डाल लिए, या फिर जल संचय को उसमें डाल के मिट्टी को अच्छे से मिक्स कर देना है जिससे वो जड़ों के पास जाए. देखिए, पौधे को जहां, मतलब जो न्यूट्रिएंट्स हैं या जो पौधे के लिए रिक्वायर्ड चीजें हैं, पानी हो गया, खाद हो गई, वो कहां से मिलता है? वो जड़ों से मिलता है. ठीक है, तो जड़ के पास जल संचय का रहना बहुत ज्यादा जरूरी है. യെസ്. അതായത് നമ്മൾ ജലസേചനം മേടിച്ചപ്പോൾ ഒരു ചെടിച്ചട്ടിയിലാണെങ്കിൽ അതിന്റെ മുകളിൽ കുറച്ച് വിതറിയിട്ടാൽ അതുകൊണ്ട് ഗുണമില്ല, അല്ലേ? അത് വേരിൽ നിന്നാണ് ചെടിക്ക് വേണ്ട പോഷകങ്ങൾ അബ്സോർവ് ചെയ്യുന്നത്. അപ്പൊ വേരെവിടെയാണോ അവിടെ ആയിരിക്കണം ജലസേചനമുള്ള മണ്ണുണ്ടാവുക. അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒന്നുകിൽ നമുക്ക് ആ മണ്ണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മണ്ണ് കുറച്ച് പുറത്തെടുത്ത് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ ചെടിച്ചട്ടിലേക്ക് ഇടാം. ഏതായാലും വേര് ഉള്ള ഏരിയ, അതായത് റൂട്ട് സോണിൽ, ഒരു ചെടിയുടെ റൂട്ട് സോണിൽ ഇത് കിട്ടാവുന്ന തരത്തിൽ ആയിരിക്കണം. യെസ്. अभी अभी हम लोग उन किसानों की बात कर रहे हैं, उन खेतों की बात करेंगे जिनमें सोइंग नहीं हुई है. तो जहां पर सोइंग नहीं हुई है, जहां पर सोइंग होने वाली है, तो वहां पर आप सीड ड्रिल मेथड, यानी जो भी आप मशीन यूज करते हैं उस मशीन के साथ 5 केजी जल संचय बीज के साथ मिला करके आप मशीन में डाल सकते हैं, और वाया सीड ड्रिल आप मशीन को सेट करके आप सीड के साथ साथ जिससे चला जाए, जैसे जहां सीड गिर रहा है उसके साथ आपका जल संचय गिरेगा तो सीड के आसपास रहेगा. सीड बड़ा होके पौधा बनेगा तो जड़ों के आसपास वो अपने आप रहेगा, और जो भी न्यूट्रिएंट्स है, पानी है, वो उसको उपलब्ध कराता रहेगा. ഓക്കെ. ഇത് വിതയ്ക്കുന്നതിനുള്ള ഒരു മെഷീനാണ്. അതായത് നമ്മൾ എന്താ പറയുക, കൈകൊണ്ട് വിതയ്ക്കുന്നതിന് ഒരു മെഷീൻ കൊണ്ട് വിതയ്ക്കുകയാണെങ്കിൽ ആ മെഷീനകത്തുകൂടെ എന്താ പറയുക, നമ്മുടെ വിത്ത് വിതയ്ക്കുന്ന കൂടെ തന്നെ ജലസേചനം വിട്ടാൽ അതിങ്ങനെ മണ്ണിലേക്ക് വീണ് അതിൻ്റെ ഡ്രില്ലർ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ആ മണ്ണ് ഇളക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോഴൊപ്പം തന്നെ ജലസേചനം കിടക്കും. അപ്പോൾ അത് വളരുന്ന സമയത്ത് അതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് തന്നെ ഇത് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ഒരു രീതി നമുക്ക് അവലംബിക്കാം. യെസ്. I'll show how, so basically this is how you can use in seed drill method. This is a broadcasting method, simply broadcasting method, and this is seed drill method. Okay. So
सो सेम जो है, लेट सपोज अभी आप लोगों का जो है प्लॉट रेडी नहीं हुआ है, या फिर मैं बात कर लूं पैडी के जो फार्मर्स हैं जिनका ट्रांसप्लांटिंग हो रहा है, ओके, तो वहां पर हमें क्या करना है, वहां पर जो मिट्टी की मथाई होती है, यानी कि जो हम रोटावेटर के साथ मिलकर के मिट्टी को पूरी अच्छी तरीके से मथते हैं, गूंथते हैं, सो वहां पर ब्रॉडकास्ट कर देना है। कैसे करना है? 15 से 20 किलो, एक फिक्स अमाउंट नहीं है, 15 से 20 किलो, कुछ भी आप अमाउंट ऑफ सॉइल ले सकते हैं, सूखा सॉइल, उसमें अपना 5 kg जल संचय 1 एकड़ के लिए मिलाना है एंड उसको ब्रॉडकास्ट कर देना है। एंड देन उसके ऊपर मशीन को जो अपनी जो भी रोटावेटर है उसको चला देना है, सो दैट मिक्स हो जाए प्रॉपरली वो खेत में। अभी आई शो यू अ वीडियो कि हाउ ब्रॉडकास्टिंग मेथड वर्क, देन सर फिर आप एक्सप्लेन कर देना। Yes. जैसा कि मैंने बताया था कि हमें इक्वल डिस्ट्रीब्यूशन में, मतलब हमारा जो प्रोडक्ट है जो पूरी तरीके से मतलब 1 बीघे के खेत में वितरित हो जाए, तो हम अपने इसके अंदर बजरी और अपने प्रोडक्ट को मिक्स कर दिया है अच्छे से। और अब इस कन्हैया लाल जी इसको छिड़केंगे और फिर इसके बाद आपको ये ट्रैक्टर दिख रहा है कि हमारा प्रोडक्ट जितना मिट्टी में अच्छे मिक्स होता है उतना शानदार रिजल्ट निखर के आता है। तो फिर इसके बाद हम क्या करेंगे, जुताई करेंगे इस ट्रैक्टर के माध्यम से कि हमारा प्रोडक्ट अच्छे से मिक्स किया। आप आ जाइए और इसको ब्रॉडकास्टिंग मतलब छिड़काव विधि से आपके खेत में वितरित कर दीजिए अच्छे तरीके से। जी, इस तरीके से आप लोग इसे ब्रॉडकास्ट करेंगे आपका खेत जब तैयार नहीं है उस टाइम पे, राइट, एंड देन जुताई हो जाएगी उसकी, जिससे सो दैट प्रॉपरली वो मिक्स हो जाए। जी सर। അതായത് കൃഷിക്ക് വേണ്ടി നമ്മൾ മണ്ണ് തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഇപ്പൊ കാണിച്ച പോലെ ഒരു 10-20 കിലോ മണ്ണിനകത്ത് ഒരു ഏക്കറിന് വേണ്ട 5 കിലോ ആണ്, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ പറയാറുണ്ട് ഹെഡ്സഞ്ചിയുടെ ഒന്നാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യുന്ന പോലെ സിമെന്റും മണലും കൂടെ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് ആ മണ്ണിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ വാരി വിതറുക, എല്ലായിടത്തും ഒരേപോലെ കിട്ടാവുന്ന രീതിയിൽ. അതിനുശേഷം പറമ്പ് ഉഴുതു മറിക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ വന്നോളും, റൂട്ട് സോണിലേക്ക് അത് വന്നോളും. ഇങ്ങനെയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യെസ്. एंड जैसा मैडम ने बताया कि ये आपके छोटे घर के पौधे से लेकर के से बड़े पेड़ तक, जहां पर मिट्टी का आप इस्तेमाल कर रहे हैं वहां पर आप जल संचय का इस्तेमाल बिना किसी दिक्कत के आसानी से कर सकते हैं। ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് നെല്ലിന് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ മാഡം മുമ്പേ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള കൃഷികൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ രീതികൾ എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. यस। एडिशनली मैं आप लोगों को एक और चीज बताऊंगा, जो हमारी प्लांटेशन क्रॉप्स हैं, जैसे हमारे यहाँ पर कोकोनट के ट्रीज हैं, उसके पास जो सितंबर अक्टूबर या अगस्त सितंबर के टाइम पे फर्टिलाइजर का जो डोज एप्लीकेशन होता है, या फिर जो हमारा बड़े जो बनाना के ट्रीज हैं या फिर कोकोनट के ट्रीज है, तो वहां के लिए हमें क्या करना है, 20 से 50 ग्राम 20 to 50 ग्राम पर प्लांट, उसका एज के हिसाब से 1 to 3 ईयर। आई विल शेयर सम ग्राफिक्स ऑन दिस। सो 20 से 50 ग्राम एक प्लांट के लिए हमें इस्तेमाल करना है। उससे क्या होगा और उसको कैसे इस्तेमाल करना है, सेम मिट्टी में वो पूरी तरीके से मिल जाए, प्रॉपरली मिक्स हो जाए। वहां पर आपको बेनिफिट क्या होगा, जो इंटरवल ऑफ इरिगेशन है वो आपका बहुत ही अच्छे तरीके से चेंज हो जाएगा। फॉर एग्जाम्पल आप 7-10 डेज में वाटरिंग कर रहे हैं कोकोनट के प्लांट को, तो 15-17 डेज में आपको वाटरिंग करना पड़ेगा। അപ്പോൾ നമുക്ക് വലിയ വൃക്ഷങ്ങൾക്കും അത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരു 30 മുതൽ 50 ഗ്രാം വരെ ഒരു വൃക്ഷങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ റൂട്ട് സോണിലേക്ക് എത്താവുന്ന തരത്തിൽ അതിനെ മിക്സ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ് ടു 3 years ഓൾഡ് എന്നാണ്, 3 വർഷം വരെ പ്രായമുള്ളവയ്ക്കെന്നാണ്. इसका मतलब 3 साल के ऊपर का उसके लिए जरूरत नहीं है, लिखा हुआ है। बेसिकली सर जरूरत है, मतलब बट 3 years के बाद प्लांट सेल्फ सस्टेनेबल होता है कहीं ना कहीं, तो इसलिए हम लोग पीपल यूज करते हैं प्रोडक्ट को, वो चैलेंजिंग नहीं है, बट प्लांट सेल्फ सस्टेनेबल होता है 3 साल के बाद, तो इसलिए हम लोग 3 साल के बाद 50 ग्राम वगैरह उसको अगर पानी नहीं मिलता तो उसका रिजल्ट कम हो जाता है, अगर उनके लिए इस्तेमाल करेगा तो अच्छा रिजल्ट आ सकता है। राइट 50 ग्राम पर प्लांट आफ्टर 3 years। यस।
ഓക്കെ. അപ്പോൾ വലിയ വൃക്ഷങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കാരണം അങ്ങനെയുള്ളതിൽ കാരണം കൂടുതൽ എന്താ പറയുക ഷോർട്ട് ടൈം വിളവുകൾക്ക് ഉള്ളതാണ് അവർ പ്രയോഗ രീതിയൊക്കെ പറഞ്ഞത്. വലിയ വൃക്ഷങ്ങളിലുള്ള ശരിയായ ഒരു പഠനമൊന്നും ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ പ്രവർത്തന രീതിയും ഗുണവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് തെങ്ങുകൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും. കാരണം ഒരു 3-4 മാസമെങ്കിലും വെള്ളം കിട്ടാതെ വേനലിൻ്റെ പ്രയാസം അനുഭവിക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ആ സമയത്ത് വേനൽക്ക് കായ്ഫലം കുറഞ്ഞു പോകുന്നത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഫലം തരുന്ന വൃക്ഷങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പറഞ്ഞ സയൻസ് വെച്ച് ഉറപ്പായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. യെസ് സർ. परफेक्ट। तो आप लोगों को प्रोडक्ट समझ आ गया है, प्रोडक्ट कैसे यूज करना है वो समझ आ गया है। अभी आप लोग रेडी हैं। अब जो आगे की चीजें हैं वो हैं कि आरसीएम के सिस्टम में आने से पहले इस प्रोडक्ट ने कहां कहां पर अपने आप को प्रूव किया है कि ये आरसीएम के सिस्टम में आने लायक है भी या नहीं। ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് എന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നും പറഞ്ഞു. എന്നാൽ ഇനി നമ്മൾ അറിയേണ്ടത് ഇതൊരു ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ആർസിഎമ്മിൽ വരാനുള്ള യോഗ്യത ഇതിനുണ്ടോ, അതിന് പര്യാപ്തമാണോ എന്ന് അറിയണമെങ്കിൽ ഈ വക കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയണം. യെസ്. तो ये जो प्रोडक्ट है ये मोर देन 14 कंट्रीज में इसके ट्रायल टेस्ट एंड वैलिडेशन हो चुके हैं। भारत इंडिया के अंदर मोर देन 20 यूनिवर्सिटीज में इसके ट्रायल टेस्ट वैलिडेशन हो चुके हैं। एंड मोस्ट इंपॉर्टेंटली जो हमारा आरसीएम का खुद का फील्ड है, जो टीसी सर का खुद का फार्म है, वहां पर खुद इसका ट्रायल हुआ था एंड देन रिजल्ट देखने के बाद कहीं ना कहीं ये चैनल में आया है। വെരി ഗുഡ്. അപ്പോൾ അതായത് ഇപ്പം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പുതിയതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കുന്നുണ്ടാകും. 14ഓളം വിദേശ രാജ്യങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള പഠനം റിസർച്ച് നടത്തി അത് ഗുണകരമാണ്, ശരിയാണ്, ക്ലെയിം ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ 20ലധികം യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തി ഇതിൻ്റെ ഉപയോഗം കണ്ട് മനസ്സിലാക്കി ഇത് ഗുണകരമാണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആർസിഎമ്മിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് TCGയുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്ലോട്ടിൽ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഉപയോഗിച്ച് ഇതിന് റിസൾട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആർസിഎമ്മിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് ഇത് സ്വീകരിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. യെസ്. So these are some countries where our products has been using. Farmers and peoples are using our product. USA, Mexico, France, Portugal, Uzbekistan, of course, India, Bangladesh, Thailand, China, Japan. So majorly in Japan, USA, France, Portugal, and India, people are using tremendously. This product को people are using. अच्छा, ये not only trial, now they are using also. Yes. I thought it is taken for trial only. Okay. സോ ഞാൻ വിചാരിച്ചത് ഇത് പരീക്ഷണം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കി ട്രയൽ നടത്തിയെന്ന് മാത്രം. ട്രയലല്ല, അവരുപയോഗിക്കുന്നു. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. ये कितना साल पहले बना हुआ आइटम है और पहले कहाँ टेस्टिंग हुआ था, अभी लेटेस्ट क्या चल रहा है, इसका भी थोड़ा सा हिस्ट्री बता सकते हैं? So मैं आपको एक छोटी सी, अगर आप सभी लोग इंटरेस्टेड हैं तो मैं आपको एक स्टोरी बताता हूँ। ये राजस्थान में भीलवाड़ा के पास एक जगह है, एक जिला है राजसमंद। Okay. वहां पर एक खेत की समस्या थी, एक किसान की समस्या थी कि उसके खेत की जो पौधे हैं वो जल जाया करते थे। गर्मी के समय में होता क्या था कि मक्का अंत तक आते आते जल जाती थी। तो उस किसान की समस्या ने, उस किसान ने अपने बेटे को ये समस्या बताई एंड देन वहां से इसका जो विचार है वो क्रिएट हुआ। उस विचार के बाद जो हमारे फाउंडर एंड सीईओ हैं नारायण सर, उन्होंने इसके ऊपर काम करना स्टार्ट किया एंड इन 2018 ये कुछ प्रोडक्ट ऐसा कुछ बना कि ऐसा कोई कॉन्सेप्ट विजुअलाइज हुआ, बिकॉज हमें कोई ऐसी चीज बनानी थी जिसका कोई इफेक्ट ना हो, जिसका फॉर एग्जाम्पल हम केमिकली इस चीज को बना दे बट बाद में वो उसी किसान को तकलीफ दे। तो सो ऐसा सॉल्यूशन जो बैकफायर ना करे, उसके कोई भी दिक्कतें ना हो आने वाले समय में। सो वहां तो 2018 में ये स्टार्ट हुआ एंड देन फिर हम लोग जापान चले गए रिसर्च के लिए। जो मेजर रिसर्च है इस प्रोडक्ट पर वो हमने जापान के अंदर की एंड इन 2021 हम लोगों ने
इसको मार्केट किया. टिल नाउ वी हैव sold more than thousands ton of this product in these 5 countries only. ഓക്കെ, താങ്ക് യു സർ. അതായത് ഇതിന്റെ ഒരു ഉത്ഭവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഭിൽവാരയ്ക്ക് അടുത്തുള്ള രാജമൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ ഒരു കർഷക കുടുംബം, അവരുടെ കൃഷി ചോളമായിരുന്നു. പക്ഷെ ചോളം നട്ട് വിളവെടുത്താറാകുന്നതിന് മുമ്പ് അത് ഉണങ്ങിപ്പോകും. കാരണം വെള്ളമില്ല. കാരണം മഴയെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ ഉള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. അത് വിളവെടുക്കാൻ പറ്റുന്നതിന് മുമ്പ് അത് ഉണങ്ങിപ്പോകും. അങ്ങനെ ആ കൃഷിക്കാരന് ഒത്തിരി പ്രയാസമായപ്പോൾ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു, മോനെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം കൃഷി ഇറക്കി അതിന്റെ വിളവെടുക്കുന്നതിന് മുമ്പ് അത് ഉണങ്ങിപ്പോകുമ്പോൾ വലിയ നഷ്ടം ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആ അന്വേഷണം, അദ്ദേഹത്തിന്റെ അന്വേഷണമാണ്, അദ്ദേഹത്തിന്റെ ഗവേഷണമാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിച്ചത്. 2018 ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു പ്രോട്ടോടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പക്ഷെ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, ഗുണം ചെയ്യോ ദോഷം ചെയ്യോ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഗവേഷണമൊന്നും കിട്ടാതെ ഒരു റഫായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടായി 2018. തുടർന്ന് അത് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ ചെയ്ത് പിന്നീടുള്ള പഠനങ്ങളൊക്കെ അടുത്ത് ജപ്പാനിലാണെന്നാണ് പറയുന്നത്. ജപ്പാനിൽ ഇതിന്റെ പഠനങ്ങളൊക്കെ നടത്തി, ഗവേഷണം നടത്തി, റിസൾട്ട് കിട്ടി, ബോധ്യപ്പെട്ടു. 2021 മുതൽ ഇത് മാർക്കറ്റിൽ ലഭ്യമാക്കി എന്ന് പറഞ്ഞു. അനവധി രാജ്യങ്ങൾ കൊടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ, ജപ്പാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൊടുക്കുന്നു. 1000കണക്കിന് ടൺ ഈ സാധനം ഓൾറെഡി കൃഷിക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞു. സോ അങ്ങനെ നമ്മളെ സംബന്ധിച്ച്, ആരെ സംബന്ധിച്ച് പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഇത് ഇന്ന് വളരെ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു. അവർക്ക് എന്റെ റിസൾട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ് സർ. So these are some certification. We have, a lot of certification like NPOP, which is applicable for India. So NPOP is a certificate जो ऑर्गेनिक में जो ऑर्गेनिक बायो इनपुट्स होते हैं इंडिया के अंदर, उनके लिए वो दिया जाता है. देन इकोसर्ट जो है, जो अभी आपकी स्क्रीन पर विजिबल है, वो EU के लिए और USA के लिए हमें मिला हुआ है. मतलब अगर कोई भी प्रोडक्ट, मैं आप लोगों को एक ये बताना चाहता हूं, कोई भी प्रोडक्ट अगर EU में ऑर्गेनिकली सर्टिफाइड हो गया है तो दुनिया का कोई भी देश किसी भी तरीके से उसे नहीं रोक सकता है, बिकॉज EU के स्टैंडर्ड सबसे ज्यादा हाई है. ഓക്കെ, EU എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയന്റെ അപ്രൂവൽ കിട്ടിയ ഒരു ഓർഗാനിക് പ്രോഡക്റ്റിന് പിന്നെ വേറെ ഒരു സർട്ടിഫിക്കറ്റ് ലോകത്ത് ആവശ്യമില്ല. NBOP എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരിടത്തൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എവിടെയും നമുക്ക് ലോകത്ത് എവിടെയും ഉപയോഗിക്കാൻ പറ്റും. യെസ്. ये जो जापानीज में आप लोगों को दिख रहा है, दिस इज जैस OMG, ऑर्गेनिक मटेरियल जापान. सो जापान से भी हम लोग सर्टिफाइड हैं इस प्रोडक्ट को लेकर के. एंड द सेकेंड वन जो आपको दिख रहा है, ICR जो है, इंडियन इंस्टीट्यूट ऑफ एग्रीकल्चर रिसर्च सेंटर, उसने 12 एग्रो क्लाइमेटिक जोन के अंदर इस प्रोडक्ट को टेस्ट किया, वैलिडेट किया एंड देन रिकमेंड किया. तो ये उसका रिकमेंडेशन लेटर है. ഓക്കെ, ഇത് ജപ്പാനിൽ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ. അതുകൂടാതെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അവർ നടത്തിയ 12 സോണുകളിൽ നടത്തിയ എന്താ പറയുക പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയതിന്റെ റിസൾട്ട്, അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. യെസ്. This is NPOP. We already. Yes. These are some more certifications like this product has been added into POP of Rajasthan, which is मतलब for agriculture peoples ना, ये जो है वो बहुत ही important होता है. पैकेज ऑफ प्रैक्टिस में ऐड होना किसी भी स्टेट गवर्नमेंट की. सो ये जो प्रोडक्ट है वो राजस्थान गवर्नमेंट की मेज की पैकेज ऑफ प्रैक्टिस में भी एडेड है. ओके, पैकेज ऑफ प्रैक्टिस में अगर कोई स्टेट का लाना तो क्या करना है? अगर केरला का स्टेट में उसमें लाना तो उसके लिए सबसे पहले 2 से 3 साल के ट्रायल होते हैं. अभी जैसे केरला में हम लोग कर रहे हैं कहीं ना कहीं पे. आई हैव टू चेक विद टेक्निकल टीम. एंड देन वो जो यूनिवर्सिटी है वो केरला गवर्नमेंट को बताती है कि ये प्रोडक्ट अच्छा काम कर रहा है. फिर उसके बाद केरला गवर्नमेंट अनोनिमसली 8-10 जगह पे ट्रायल लगाती है, चेक करती है. वो जो रिजल्ट आते हैं उसके बाद वो अपनी पैकेज ऑफ प्रैक्टिस में लेके आती है. ओके ओके ओके.
അപ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഇത് കൃഷിക്ക് ഗുണം ചെയ്യുന്നതാണോ എന്നറിയാൻ അവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇത് ട്രയലിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ അവർ ട്രയൽ നടത്തി കൊള്ളാമെന്ന് വന്നു കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ് റെക്കഗ്നേഷൻ കൊടുക്കും. നമ്മുടെ നാട്ടിലെ കൃഷികൾക്ക് ഈ സാധനം ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ലഭ്യമാകും. ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ട്രയൽ നടക്കുന്നുണ്ടാകും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ടെക്നിക്കൽ ടീമിനോട് ചോദിച്ചാലേ അറിയാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. യെസ് സർ. सो सी बिल गेट्स जो है मतलब खुद वो इस प्रोडक्ट के ब्रांड एम्बेसडर बने हुए हैं एंड खुद वो इस प्रोडक्ट को प्रमोट कर रहे हैं. ഒരു എക്സൈറ്റിംഗ് ഇൻഫർമേഷൻ ആണ്. ഈ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ബിൽ ഗേറ്റ്സ് സ്വയം തയ്യാറായിരിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. യെസ്. So should I play this video? Please. Okay. There's a lot we can do to raise the productivity of smallholder farmers so they're able to earn more. And the innovation in India is fantastic for India, working with the great ideas here and figuring out how it can be used in other countries. And one such idea is Fasal Amrit. So I just wanted to clear one thing. Fasal Amrit जो है वो जो कंपनी मैन्युफैक्चरर है उसका ओन ब्रांड है और हम जिस लेबल में उसे बेच रहे हैं वो जल संचय. दोनों ही प्रोडक्ट सेम है, उनका किसी भी प्रकार से कोई अलग नहीं. Okay. An invention that is helping farmers maximize their yield with minimal water. Across 5 states, 30,000 farmers are already using it. Not just to grow crops, but to grow smarter incomes too. Fasal Amrit is an organic soil booster made from fruit and crop waste. Farmers mix it into the soil just once during sowing. It absorbs water up to 100 times its weight and slowly releases it back into the roots, keeping the fields moist for longer, even in water-scarce areas. Innovations like these help smallholder farmers better their yields and productivity. Well, as you raise the productivity, it's really the key thing to develop the economy is to help these farmers. जो ज्यादा कमाई होती है उससे अच्छे बीज ले आते, पशुओं के लिए भी अच्छा सा दाना ले आते हैं, बच्चा के पढ़ाई के लिए भी पैसे जोड़ते हैं हम, और नया ट्रैक्टर की चाबी भी इसी कमाई से मिली. And because it's organic, it feeds the soil naturally, improving its texture and fertility over time. The results are healthier soil and stronger crops every season. Healthier crops bring healthier incomes too. Farmers are now earning 20 to 30% more than before. पहले लगता था सब बारिश और नसीब के भरोसे, अब लग रहा है अपने फसल की तकदीर अपने हाथ में. അദ്ദേഹത്തിന് ബിൽ ഗേറ്റ്സിന് നമ്മുടെ നാട്ടില് കൃഷിയിടം ഉണ്ട്, അവിടെ കൃഷി ചെയ്യിപ്പിക്കുന്നു, അവിടെ ഉപയോഗിക്കുന്നു. അദ്ദേഹം സ്വയം വന്ന് ഉപയോഗിച്ച റിസൾട്ട് അദ്ദേഹം കൃഷിക്കാരെ കണ്ട് പറയുന്നതൊക്കെയാണ്. അപ്പോൾ ചെലവ് കുറയുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി കൂടുന്നു, വരവ് കൂടുന്നു, വീട്ടിൽ സന്തോഷം ഉണ്ടാകുന്നു. അവർ പറഞ്ഞില്ലേ, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നു, അതിന് പൈസ ഉണ്ടാകുന്നു, പുതിയ ട്രാക്ടർ വരെ ഞങ്ങൾ വാങ്ങിച്ചു എന്നാണ് ആ കൃഷിക്കാരി പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇപ്പോൾ ആർസിമിൽ നമുക്ക് ജലസഞ്ചയം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അതിൽ കാണിച്ച പേര് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ്, എന്നാൽ ആർസിമിൽ ഇതിന്റെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. അതാണ് ജലസഞ്ചയം എന്ന പേരിൽ നമുക്ക് ആർസിമിൽ കിട്ടുന്നത്. യെസ്. तो ये कुछ अवार्ड्स हैं, मोर देन 40-50 अवार्ड्स हमें और हमारी टीम को मिल चुके हैं. जो इम्पैक्ट हम लोग फार्मर्स की लाइफ में क्रिएट कर पा रहे हैं एंड जो वाटर हम लोग सेव कर पा रहे हैं, जो कहीं ना कहीं हम लोगों ने जो नेक्स्ट जनरेशन है, मतलब जो भी हमारे पास रिसोर्सेज हैं वो हमने नेक्स्ट जनरेशन से उधार में लिए हैं, तो हम उनको बचाने की कोशिश कर रहे हैं. किस तरीके से उन्हें बचाया जा सके आप सभी लोगों की मदद से. അപ്പോൾ ഇത് ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നേ, പക്ഷേ ഇതിന് പിന്നില് വലിയ ഒരു ചരിത്രം തന്നെയുണ്ട്. ഒത്തിരി അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ പൂർവികർ തന്ന ആശയങ്ങളും സമ്പത്തും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ?
അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയ ഒരു അസറ്റ് തന്നെയാണ്. അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. കാരണം ജലദൗർലഭ്യത കൂടിക്കൂടി വരികയാണ്. അപ്പോൾ കൃഷിക്ക് വെള്ളമില്ലാതെ പറ്റില്ല. ഇങ്ങനൊരു ടെക്നോളജി കണ്ടുപിടിച്ചത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. കാരണം കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു രാജ്യം കൂടി ആയതുകൊണ്ട് ധാരാളം ആളുകൾക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകും, യാതൊരു സംശയമില്ല. യെസ് സർ. तो ये कुछ और हैं, जैसे माननीय प्रधानमंत्री जी हैं, बिल गेट्स का आपको बताया, ये DCM एक्वाटर चैलेंज है या फॉर्ब्स की मैगजीन है. सो हर जगह कहीं ना कहीं हर लेवल पे इस प्रोडक्ट को अप्रिसिएशन मिला है लोगों का, फार्मर्स का, एंड पीपल लाइक जापानीज गवर्नमेंट, USA गवर्नमेंट, इंडियन गवर्नमेंट, सभी इसे कहीं ना कहीं उनके लेवल पर प्रमोट कर रहे हैं. വെരി ഗുഡ്. അപ്പോൾ ഏതൊക്കെ അവാർഡുകൾ, ആരൊക്കെ വിശിഷ്ട വ്യക്തികളാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ആരുടെയൊക്കെ അപ്രീസിയേഷനാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ശരിക്കും നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റൂടെ RSMന്റെ കിറ്റിലേക്ക് വന്നിരിക്കുന്നു. യെസ് സർ. सो आई होप आप सभी लोगों को अभी प्रोडक्ट क्लियर हो गया होगा. सो कितने लोगों को ये प्रोडक्ट समझ आया है कि हाँ अभी हमारे जो डाउट्स हैं वो सॉल्व हो गए हैं, कुछ डाउट्स रह रहे हैं, या मतलब लग रहा है कि हाँ अभी हमारे लिए यूजफुल है? ऐसे कितने लोग हैं? തുടക്കത്തിൽ കുറെ സംശയമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാം, കാര്യം മനസ്സിലായി, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമാണ് എന്ന് മനസ്സിലായ ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്താട്ടെ. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, കാര്യം മനസ്സിലായി, ഇത് നമുക്ക് വേണ്ടതാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായി ഉപയോഗിക്കുന്നതല്ല, നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് ഇതുകൊണ്ട് ഗുണം ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് മിക്സ് വിത്ത് യൂറിയ, DAP ഓർ അതർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ പറയാറുണ്ട് ഹരിതജീവനി അതിന് കൂടെ മിക്സ് ചെയ്യാന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. കീപ് ദ കണ്ടെയ്നർ ടൈറ്റ്ലി ക്ലോസ്ഡ്, എൻഷുർ ദർ ഇസ് നോ മോയ്സ്ചർ ഇൻസൈഡ്. അതായത് തണുപ്പ് അടിക്കാതെ, ജലാംശം അല്ലെങ്കിൽ നനവ് പറ്റാതെ ഡ്രൈ ആയിട്ട് സൂക്ഷിച്ചു വെക്കണം. ഡു നോട്ട് ടച്ച് ദ പ്രൊഡക്റ്റ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. നനഞ്ഞ കൈ കൊണ്ട് ആ പ്രൊഡക്റ്റ് കയ്യിലെടുക്കാൻ പാടില്ല. ഓക്കെ. ഇഫ് അപ്ലൈയിങ് ത്രൂ എ സീഡ് ഡ്രിൽ മേക്ക് ഷുവർ ദ ഫീൽഡ് ഈസ് ഡ്രൈ. അതായത് ആ ഒരു ഡ്രില്ല് കൊണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മണ്ണ് ഉണങ്ങിയിരിക്കുന്ന സമയത്ത് വേണം അപ്ലൈ ചെയ്യാൻ. ഇങ്ങനെ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കൈകൊണ്ട് തൊടുമ്പോൾ കയ്യിൽ നനവുണ്ടാവരുത്. നനഞ്ഞ കൈകൊണ്ട് തൊട്ടാൽ ചിലപ്പോൾ കൈക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. യെസ്. ഇനി ഓർഡർ എടുത്താൽ മതി. ഏതായാലും ഇത് നമുക്ക് വളരെ അനുഗ്രഹം തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. യെസ്. താങ്ക് യു വെരി മച്ച്.